إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ അതിന്റെ രണ്ടാമത്തെ വചനം നോക്കൂ നിങ്ങൾ. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനുള്ളതാകുന്നു എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ആകാശഭൂമികളുടെ രാജാധിപത്യം അത് അല്ലാഹുവിനുള്ളതാകുന്നു. വലം യത്തഖിദ് വലദൻ, അവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. ക്രൈസ്തവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ, മക്കത്തെയും മദീനത്തെയും അവിശ്വാസികളായ മുശ്രിക്കുകൾ ജൽപ്പിക്കുന്നത് പോലെ വലം യകുൽ ലഹു, അവനിക്കില്ല ശരീകുൻ ഫിൽ മുൽക്ക്, ആ ആധിപത്യത്തിൽ ഒരു പങ്കാളിയുമില്ല. ആ ആധിപത്യത്തിൽ ഒരു പങ്കാളിയും അല്ലാഹുവിനിക്കില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. യാതൊരു പങ്കാളിയും ഇല്ലാത്തവനാണ്, ശരീക്കില്ലാത്തവനാണ് അല്ലാഹു. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും സകല വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഫഖദ്ദറഹു, എന്നിട്ട് അവൻ നിർണയം നൽകി. ആ വസ്തുക്കളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയം നൽകി. തഖ്ദീറൻ, ഒരു നിർണയം എന്ന് പറഞ്ഞാൽ ശരിയായ രൂപത്തിലുള്ള നിർണയം നൽകി. നോക്കൂ നിങ്ങൾ, പക്ഷി മൃഗാദികൾക്ക് അതിന്റെ വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വ്യവസ്ഥാപിതമായി കൃത്യമായി നിർണയിച്ചു കൊടുത്തു. അതുപോലെ മത്സ്യങ്ങൾക്ക് നിർണയിച്ചു കൊടുത്തു, മനുഷ്യ കുലത്തിന് നിർണയിച്ചു കൊടുത്തു, ജിന്ന് വർഗം അതായത് ഭൂതവർഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തു. അതുപോലെ നാം കണ്ടിട്ടില്ലാത്ത, നമുക്ക് ദർശിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത മലായിക്കുകൾക്ക് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തു. അങ്ങനെ ഈ അഖില ലോകങ്ങളിലുമുള്ള അല്ലാഹുവിന്റെ സകലമാന സൃഷ്ടികൾക്കും കൃത്യമായ ശരിയായ രൂപത്തിലുള്ള നിർണയങ്ങൾ നിർണയിച്ചു കൊടുത്ത ആ സത്താവാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിനെ മാത്രം ആരാധിക്കണം. ആ റബ്ബിന്റേതാണ് ഈ അഖില ലോകങ്ങളും. അതിന്റെ സൃഷ്ടാവും അതിന്റെ നിയന്താവും അതിന്റെ മാലിക്കുൽ മുൽക്കും അല്ലാഹുവാണ്. അല്ലാഹുവിന് യാതൊരു തരത്തിലുള്ള പങ്കാളിയും അവന്റെ സൃഷ്ടികളിൽ നിന്നും ഇല്ല എന്ന് ഖണ്ഡിതമായും സുവ്യക്തമായും പഠിപ്പിച്ചു തരുന്ന ഒരായത്താണിത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നാം യഥാർത്ഥ സത്യവിശ്വാസികളാകാൻ അല്ലാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.